കൂടാതെ നമ്മോടൊപ്പം സഹകരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ പുനലൂർ രൂപതാ മെത്രാൻ അഭിവന്യ സെൽവസ്റ്റർ പൊന്നുമുത്തൻ പിതാവിനെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ദൈവ മക്കളെ, കുരിശ് അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. തെക്കൻ കുരിശുമലയെ തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഇതിനെ ആസ്പദമാക്കി ഇവിടെ ആരംഭിക്കുന്ന അരയനും അമരക്കാരനും എന്ന ചിത്രത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ വിൻസെൻ്റ് കെ പീറ്റർ, അതുപോലെ തന്നെ ബ്രൈറ്റ് വിൽഫ്രഡ് വളരെ ബന്ധമുള്ളതാണ്. ഞാനും പാറശാല നെടുവാമുള ഇടവക വികാരിയായിരുന്ന വ്യക്തിയാണ്. അന്ന് മുതലേ തന്നെ ബ്രൈറ്റിനെ അറിയാം. ബ്രൈറ്റ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം ഒരു ബിൽഡർ കൂടെയാണ്. ധാരാളം ദേവാലയങ്ങളും ബിൽഡിങ്ങുകളും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ മുൻ സർക്കാർ ബഹുമാനപ്പെട്ട തോമസ് ഐസക് സാർ മിനിസ്റ്ററായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൺസ്ട്രക്ഷന് അവാർഡൊക്കെ കൊടുത്തിട്ടുള്ള കാര്യവും ഞാനിവിടെ ഓർക്കുകയാണ്. ബ്രൈറ്റ് വലിയൊരു പ്രതിഭാസമാണ്. അന്ന് ചെറുതിലെ ഒന്നും അത്ര തോന്നിയില്ല. പക്ഷെ അദ്ദേഹം വിവിധ മേഖലകൾ, കൺസ്ട്രക്ഷൻ്റെ മേഖലകളാകട്ടെ അല്ലെങ്കിൽ എൻ്റെ കലയുടെ മേഖലകളിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഞാൻ ഒരുപാട് സമയം എടുക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, കലയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഞാൻ പറയും, കല, കൃഷി, കളി ഇത് മനുഷ്യൻ്റെ സംസ്കാരത്തിന് അവശ്യ ഘടകമായിട്ട് നിൽക്കുകയാണ്. കല, കൃഷി, കളി ഇതില്ലാതെ വരുമ്പോൾ മനുഷ്യൻ ക്രിമിനാലിറ്റിയിലേക്ക് പോകും. തീർച്ചയായിട്ടും ഇതേപോലെയുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. ഇതിൻ്റെ പിന്നിൽ വളരെയധികം ത്യാഗമുണ്ട്, ഒരു സംശയവുമില്ല. ധാരാളം വ്യക്തികൾ ഇവിടെ ഒരുമിച്ച് കൂടും. അത് ഏത് കലയിലായാലും, അത് ഗാനമേളയിലാകട്ടെ, കഥാപ്രസംഗത്തിലാകട്ടെ, ഏത് കലയും എടുക്കുമ്പോൾ ധാരാളം വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. അവിടെ ഒരു ഹാർമണി കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ടാലൻറ്റുകളൊക്കെ വ്യത്യസ്തമാണ്, നമ്മുടെ ആഭിമുഖ്യങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ ഏകോപനം, അതാണ് സമന്വയ വിഷൻ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മോൺസിഞ്ഞോർ വിൻസെൻറ്റിനും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇന്ന് ഈ ദിവസം വളരെ പ്രത്യേകതയുള്ളതും കൂടെയാണ്. കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിനമാണ്. നെയ്യാറ്റിൻകര രൂപതയെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. 1996 ജൂലൈ മാസം 16 തീയതിയാണ് ഔദ്യോഗികമായിട്ട് നെയ്യാറ്റിൻകര രൂപതയുടെ സ്ഥാപനം പ്രഖ്യാപിച്ചത്. റിട്ടേണായിട്ട് ഡോക്യുമെൻറ്റിൽ ജൂൺ 14 ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച ദിവസം കൂടിയാണെന്ന് നമ്മുടെ വിൻസെൻ്റ് സാമുവൽ തിരുമേനിയുടെ മെത്രാനായിട്ടുള്ള നിയമനത്തിൻ്റെ അറിയിപ്പ് ലഭിച്ച ദിവസം കൂടിയാണ്. അപ്പോൾ ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്ത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള തുടക്കം കുറിക്കുന്നതിൽ വളരെ അധികം സന്തോഷമുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും ഏവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.